ഹലോ, നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. കാലാവസ്ഥ ഇച്ചിരി മോശമാണ്, നല്ല മഴക്കാറൊക്കെ ഉണ്ട്. നമുക്കൊരു ചെറിയൊരു ഐറ്റമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നാടൻ ചൂട. അത് നമുക്ക് അച്ചാറിടാം. നാടൻ ചൂടയ്ക്ക് വേണ്ടി നമ്മൾ ചൂട ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനെ വെട്ടി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. ചൂട കഴുകാനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വൃത്തിയായിട്ട് നമുക്ക് ഇതിനെ കഴുകിയെടുക്കാം. നമുക്ക് കഴുകിയിട്ട് കാണാം. നമ്മൾ 2-3 പ്രാവശ്യം ഇത് കഴുകിയതാണ്. കഴുകിയിട്ട് നമുക്ക് ലാസ്റ്റ് കഴുകാണ്. ഇത് വാലാൻ വെക്കാം. ഇത് നമുക്ക് ഇതിനെ കൊണ്ട് മസാല പുരട്ടി വെക്കണം. വറക്കാനായിട്ട് ചൂട മസാല പുരട്ടി വെക്കാം. അതിനെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. അടുത്ത 2 ടീസ്പൂണ് മുളക് പൊടി ഇടുക. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ഇട്ടു. ഇവനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. മസാല ഒന്ന് പറ്റാനായിട്ട്. നമുക്ക് ഈ കഴുകി വെച്ച ചൂട കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. കഴുകി വെച്ച് ചൂടോടെ നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. മസാല ഒന്നൊരു 10 മിനിറ്റത്തേന് ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കിത് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകൊക്കെ, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരിഞ്ഞു വെക്കാം. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റിൽ ബെല്ലൂടെ അടിച്ചേക്കണേ. നമുക്ക് ആദ്യം ഇഞ്ചി അങ്ങ് അരിയാം. ചെറുതായിട്ടങ്ങ് അരിയാം. ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞു. അടുത്ത നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ടങ്ങ് അരിഞ്ഞു കൊടുക്കാം. വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ചൂട വറക്കാനായിട്ട് പാത്രം വെക്കാൻ പോകാം. പാൻ വെക്കാം. നമുക്ക് അടുപ്പ് കത്തിക്കാം. നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വറക്കാനായിട്ടുള്ളത്. എണ്ണ തിളക്കട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ മസാല പറ്റിയ ചൂട ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. പിന്നെ കോരിയെടുക്കാം. മൂത്തിട്ടുണ്ട്. പിന്നെ
നമ്മുടെ ലാസ്റ്റ് കോരും കഴിഞ്ഞിരിക്കുകയാണ്. ഈ അടുത്ത് നമുക്ക് അച്ചാറിടാനായിട്ട് ഉള്ളിയൊക്കെ വഴുത്താം. നമ്മൾ അച്ചാറിന് വേണ്ടി വഴുത്താനായിട്ട് പാത്രം വെച്ച് കൊടുക്കും. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കാലാവസ്ഥ ഇച്ചിരി മോശമാണ്. അതിനു മുമ്പേ നമുക്ക് പെട്ടെന്ന് ഇവനെ റെഡിയാക്കി എടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. ഒരു ടീസ്പൂണ് ഉലുവാപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ പൊടിയല്ല, ഉലുവ. അല്ല, അത് മൂക്കട്ടെ. ഉലുവ ഒന്ന് ചുമന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇച്ചിരി ആവശ്യത്തിന് അരിഞ്ഞു വെച്ച ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം മൂക്കാൻ വേണ്ടി. ഇപ്പം വെളുത്തുള്ളി ഇഞ്ചിയും ചുമന്നിട്ടുണ്ട്. നമുക്ക് ഈ ഉണക്കമുളകും കൂടെ ഇതിൻ്റെ കൂടെ ഇടാം. നമുക്ക് കരിവേപ്പില കൂടെ ഇതിനകത്തിട്ട് കൊടുക്കും. കരിവേപ്പില നല്ല നാടൻ കരിവേപ്പില. കരിവേപ്പിലൊക്കെ കൂടുതൽ കിടക്കുന്നത് നല്ലതാണ്. കരിവേപ്പിലയൊക്കെ നല്ല വഴന്നിട്ടുണ്ട്. നമുക്കിനി 2 ടീസ്പൂണ് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. അര ടീസ്പൂൺ മതി ഉപ്പ്. മുമ്പ് ഇട്ടായതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം. നല്ലപോലെ ഒന്ന് പച്ചിപ്പൊന്ന് മാറാനായിട്ട് വഴറ്റിട്ട് കൊടുക്കുക. നമുക്ക് ആ വറുത്ത് വെച്ച മീനും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. വറുത്ത് വെച്ച മീനും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തേക്കാം. ഇളക്കി കൊടുക്കുന്ന കൂടത്തിൽ ഇതും കൂടെ ഇട്ട് കൊടുക്കും. കായപ്പൊടി ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ശകലം വിനാഗിരിയുടെ ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല മണം അടിച്ചു തുടങ്ങി. വിനാഗിരി, എണ്ണയും കടുകിൻ്റെ കരിവേപ്പിലയും എല്ലാം കൂടെ വന്നപ്പോഴത്തേന് നല്ല മണം. സമയം ശകലം ഇരുട്ടായിട്ടുണ്ട്. അത് കാരണം വീഡിയോ ഒക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. വീഡിയോ പറഞ്ഞു ഇച്ചിരി ഇരുട്ടൊക്കെ ആയി, നേരത്തെ തുടങ്ങണ്ടേന്ന് ചോദിച്ചു. അതിന് സെപ്പറേറ്റ് ഒരാളെ കൂടെ വിളിച്ചിരിക്കുകയാണ്, ലൈറ്റ് മാനെ കൂടെ. ഇപ്പോൾ അതിൻ്റെ കൂടെ മഴ കൂടെ വരുന്നു. അതുകൊണ്ട് ഇരുണ്ട് കൂടി മഴ കൂടെ വരുന്നു. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ, ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാണ്ട്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റൊരു ബെല്ലൂടെ അടിച്ചേക്കണേ. നമുക്കൊരു 2 മിനിറ്റത്തേക്ക് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി വെച്ചേക്കാണ്. എന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്കിട്ട് കഴിക്കാം. ഇത്
നല്ല സൂപ്പർ മണം. പിന്നെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല ചൂടൊക്കെ ഉണ്ട്. എൻ്റെ അമ്പമ്പോ സൂപ്പർ സാധനം. ഞാൻ ടേസ്റ്റാടാ ഇത്. ഓ, ചൂടച്ചാറെന്ന് പറയുന്നത് നാടൻ ചൂടയാണ്. അതിനെ അച്ചാറിട്ട് ഇത് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടൊക്കെ നല്ലതാണ്. സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഓഫീസിൽ പോകുന്നവർക്ക് എല്ലാം ഒരു ഇതുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് നല്ല കഴിക്കാം. പക്ഷേ ഞാൻ ഇച്ചിരി ചോറുമായിട്ട് ഉച്ചയ്ക്ക് മുമ്പേ ചോറുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇച്ചിരി ചോറും കൂടെ കഴിച്ചു നോക്കി. അത് അച്ചാറിൻ്റെ ഇതുകൊണ്ടാണ് നമ്മൾ കഴിച്ചു നോക്കുന്നത്. ഒരു രക്ഷയില്ല, അടിച്ചു പൊളിച്ചു. എൻ്റെ അമ്പമ്പോ സൂപ്പർ സാധനം. പക്ഷേ നിങ്ങളോടൊരു കാര്യം പറയണ്ടേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റിലൊരു ബെല്ലൂണുണ്ടേ, അവിടെ അടിച്ചേക്കണേ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ടാറ്റ.